ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് ഇവിടുന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണിത്. നമ്മൾ അവിടെ നിന്ന് പോലും ഡ്രസ്സ് എടുക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർ അതിൻ്റെ ബഹളമായിട്ട് നടന്നു. ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിന് താഴെയാണ് ഇരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഇല്ലേ മമ്മ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പറഞ്ഞേ മമ്മക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു തരണ്ട്. ഹാപ്പി ബർത്ത്ഡേ മമ്മ പറഞ്ഞില്ലേ? മുത്തന് മമ്മ ഒത്തിരി പറ മമ്മ പാട്. ജോജി പിന്നെ എല്ലാത്തിനും ഡിമാൻഡാണ്, എല്ലാം ഇല്ല. മമ്മയുടെ പിന്നാരെയാണോ ജാജി? അല്ലേ, നല്ല രാത്രി പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല കേട്ടോ ആന്റണി, നമ്മൾ ഫ്രണ്ട്സാണോ? ആണോ? ഓ ബ്ലസ് യു. രണ്ടുപേരും ഇന്ന് തല കുളിച്ചാറ്, രണ്ടുപേരും തുമ്മി. രണ്ടുപേർക്ക് റൂമിൽ ചെന്ന് മരുന്ന് കൊടുത്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ നമ്മൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വാഫി മാളിലുള്ള ആയ മ്യൂസിയം, ആയ യൂണിവേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റ്ലാന്റിസിലുള്ള ഒരു പിള്ളേർക്ക് കാണാനുള്ള ഫിഷിൻ്റെ സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ദുബായ് മോള് കഴിഞ്ഞ് കുർബാന. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നും കൂടെ ഇവിടെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഓക്കെ, അങ്ങനെ. അപ്പം നമ്മൾ വീണ്ടും വാഫി മാളിലേക്ക് വരുന്നതാണ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി കാണണം. കണ്ടിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്ത്. ഇവിടെ നമ്മൾ വന്നില്ലേ, റാഫൽസ് വാഫി മാൾ. നമ്മൾ വന്നില്ലേ, നമ്മളെ ഗൈഡ് കാണിച്ചു തന്നത്. ഓടി റഫ് ഓടിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടോ? കണ്ടാ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ നടന്നത് മാഷ്മെല്ലോക്ക്. ഞങ്ങൾ ഈ പൂച്ചെടുത്തൊക്കെ വന്ന് കണ്ടാ. വൺ മോർ പോവാം. ഞങ്ങളിപ്പോ അവിടെ വന്നേക്കണേ. കണ്ടാ ഞങ്ങൾ ഇതിലെ കൂടെ വന്നത്, നമ്മൾ ഇതിന്റെ അകത്തുകൂടെ ഇറങ്ങി വന്നത്, ഇവിടെ കൂടെ ഇതിലെ കൂടെ ഇറങ്ങി വന്നത്. എന്നിട്ട് നമ്മൾ കണ്ടത് ഹലോ ഹായ് ജാജി അന്നി. എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ പ്ലേ ചെയ്യാൻ പാ. നമ്മൾ വീണ്ടും വാഫി മാളിൽ വന്നിരിക്കുകയാണ്. ജോജി വാ. നേരെ നോക്കി നിൽക്കി. ചുണ്ടിൽ നിന്നൊക്കെ കൈയെടുക്ക്. ആരെ നോക്കി ഒരു ഗോഷ്ടി. നേരെ അവിടേക്ക് തൊടല്ലേ വാവേ, അലർജി ഉണ്ടാവും. ഇതേ ആന്റണി വാ. ആയ യൂണിവേഴ്സ് കയറിക്കും. നമ്മളിവിടെ വന്നത് യു ഹാവ് ടു കം ആൻഡ് വിസിറ്റ് എന്ന് പറഞ്ഞില്ലേ, ആയ യൂണിവേഴ്സ്. വാ കം. ഇവിടെ ബ്യൂട്ടിഫുൾ ആട്ടോ അത്. വാ.
ഇരിക്കാൻ പറ്റുന്ന അവര് പറഞ്ഞോ. What happened, Georgie? എന്ത് ബോളാണോ? ബിഗ് ബോളാണ്. ആന്റണി ഇവിടെ. ഓ ആന്റണി ബോളിൽ കിടക്ക് നോക്കി രണ്ടുപേരും. വാ ഇറങ്ങിക്കോ. ഇനി നെക്സ്റ്റ് പ്ലേസ്. കൈ വെച്ചപ്പോ വേറെ കളറ്. ഹായ് ജോർജ്, കൈ വെച്ച്. കളേഴ്സാണ്, റെഡ് കളർ. Anthony, see the colors? Sweet, my friend. Okay, how many years ago? Georgie, where are you?
അങ്ങനെ നമ്മുടെ വോഫി മാളിലുള്ള ആയ യൂണിവേഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അറ്റ്ലാന്റിസിലാണ് പോകാൻ പോകുന്നത്. അറ്റ്ലാന്റിസിൽ ചെന്നിട്ട് അക്വേറിയം കാണാനായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളിവിടെ സ്റ്റാർബക്സിൽ വന്നതാണ്. ജോജി മമ്മ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. ബാ ബാ അന്നി ജോജി ബാ കം. ആ വെള്ളം എടുത്തോ, നമ്മുടെ വെള്ളം എടുത്തോ. ഇതാണ് കടലിന് താഴെ. ഓ ഇതാണ് കടലിന്റെ അടിയിൽ കൂടെ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടാ അതേ ഉണ്ടാ, നമ്മൾ കടലിന്റെ അടിയിൽ കൂടിയാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. കണ്ടാ ആ മുകളിൽ കടലാ മമ്മ. ഇപ്പൊ ഇതേ പാലത്തിന്റെ അടിയിലേക്ക് പോകുന്നത് കടലിന്റെ അടിയിൽ കൂടെയാണ്. മുകളിൽ കടലാണല്ലേ. ഉപ്പർ ഫിഷ് ഉണ്ട്. ഈ പാലത്തിന്റെ മുകളിൽ ഫിഷ് ഉണ്ട്. ഞാൻ എടുത്തോണ്ടിരിക്കല്ലേ മമ്മ. മൈ ഗോഡ്, നല്ല നല്ല നീളമുണ്ടല്ലോ. നല്ല ദൂരമുണ്ട്. കണ്ടാ ആന്റണി, മുകളിൽ കൂടെ ഫിഷ് പോയിക്കൊണ്ടിരിക്കുക. കണ്ടാ ഇപ്പുറത്ത് വന്ന് കേറുന്ന കണ്ടോ. ഓ മൈ ഗോഡ്, മുകളിൽ കടലാ. കണ്ട ഇപ്പുറത്ത് കടല് വന്നു. കണ്ടോ അവിടെ നോക്കി, സീ നോക്കി, സീ. चलो अन्नी जाजी मामा വരുന്നു. ആ ഇത് അറ്റ്ലാന്റിസിൻ്റെ സൈഡിലുള്ള അഡ്വഞ്ചർ വേൾഡാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജോർജി വാക്ക്. चलो मामा वॉक, मामा वॉकी. बा जॉर्जी कम टुगेदर. വോക്ക് ആന്റണി വോക്ക്. അമ്മമ്മയുടെ കൂടെ നേരെ അമ്മമ്മ നേരെ നടക്കാനുള്ള. ദ ലോസ്റ്റ് വേൾഡ് അക്വേറിയമാണത്. മമ്മി നോക്കുന്നില്ലല്ലോ. നോക്കണേ, എവിടെയും നോക്കട്ടെ. ഓ മൈ ഗോഡ്, താഴെ ഫിഷ് നോക്കി മമ്മ. കണ്ട ഫിഷ് നോക്കി. ഓ ഇവിടെ നോക്ക്, താഴെ നോക്കി. അമ്മമ്മനെ കാണിച്ചു കൊടുത്തേ മന്ന. എവിടെയാന്ന് ജോർജി കാണിച്ചു കൊടുത്തേ. ഓ ജോർജി, വാട്ട് ഇസ് ദാറ്റ്? ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കണ്ട മോന, ഫിഷ് വാവാ കാണിക്കുന്നുണ്ടോ? വാ നെക്സ്റ്റ് സ്ഥലം വാ 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 വാ. അടുത്ത സ്ഥലത്ത് വലിയ ഡോൾഫിൻ ഉണ്ട്. ഡോൾഫിൻ വാക്ക്. ഇങ്ങോട്ട് നോക്ക്. ചലോ
I am Poseidon, protector of the sea. Oh my God. മമ്മി പോയിരുന്ന അടുത്ത് നിന്ന് കണ്ടേ, അവിടെ പോയിന്ന് കണ്ടേ മമ്മ? അവിടെ വലിയ ഫിഷ് നോക്കി, മമ്മിയുടെ മുഖത്ത് കണ്ട ഫിഷ് ഉണ്ടോ മമ്മ? മമ്മിയുടെ മുഖത്ത് നോക്കി ഫിഷ്. Oh my God, big fish, okay, big fish. ദേ ഫിഷ് ഇവിടെ വന്ന് നോക്കി, എല്ലാരും തിരിഞ്ഞിക്കടെ നോക്കിക്ക്. വാ, black fish, oh my God. എങ്ങനെയുണ്ട്? ദേ മോളി കൂടെ ഷാർക്ക് വന്ന് നോക്കി. മോളി നോക്ക്, മോളി നോക്ക്. മമ്മി അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. Just catch like that. Yes. Recording. Okay. You're welcome, ma'am. Should I stop it? Yeah, thank you. പോമനെ പോണ്ട, കണ്ടോണ്ടിരിക്കുവാണോ? കണ്ടിടുന്നോ? നമ്മളിപ്പോൾ കേക്ക് ഇവിടുന്ന് വാങ്ങിച്ചിരിക്കുന്നത്, ഇവിടുന്ന് യൂണിക്കോണിൻ്റെ ഒരു കേക്കാണ് വാങ്ങിച്ചത്. കോൾഡ് സ്റ്റോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തെവിടെയും പോയി കട്ട് ചെയ്യുന്നതായിരിക്കും റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ് വി ആർ ഗോയിങ് ബാക്ക് ടു എ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സീ ആണ് ഇത്, അറ്റ്ലാന്റിസ് ഹോട്ടൽ. നമ്മളിപ്പോൾ പാം ജുമേറയിൽ നേരെ വന്ന് ഫുഡ് കോർട്ടിലാണ്. ഫുഡ് കോർട്ട് പാം മോൾ എന്ന് പറഞ്ഞൊരു പുതിയ മോളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഫുഡ് കോർട്ടിൽ നമുക്ക് കഴിക്കാം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാമല്ലോ. ഇവിടെ ഉണ്ട്. ബാ, ഫുഡ് കോർട്ട്. വാ, യൂണിക്കോൺ, ഡോണ്ട് ടച്ച്. വാ,
നമ്മളിന്ന് സുഷി, ചൈനീസ്, ജാപ്പനീസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഐസ്ക്രീം തരൂല. ഇവിടെ വലിയ ഐസ്ക്രീം ഇരിക്കണം. ഒരിക്കൽ അനുവദിക്കാണിത്. അങ്ങനെ ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു, നമ്മുടെ ദുബായ് മോളിൽ. പക്ഷേ ഇപ്പം സമയമില്ല, വൈകിട്ട് എനിക്ക് 7 മണിക്ക് കുർബാനയ്ക്ക് കയറാം, 1.5-2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഡോക്ടറുണ്ട്, ഡോക്ടർ സഫീന. സർപ്രൈസ് കൊടുക്കാം. മറ്റേത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞൊക്കെ വന്ന കാരണം ഭയങ്കര ഫുഡൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തായിരുന്നു ഡോക്ടർ വെയിറ്റ് ചെയ്തതൊക്കെ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പെട്ടെന്നാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. വിളിച്ചൊന്നും പറയുന്നില്ല. ഡോക്ടറിൻ്റെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കാൻ പോവാണ്. ഓക്കെ, ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഡോക്ടർ സഫീനയ്ക്ക് ഇവിടെ ഒരു പുതിയ വെൽനസ് ക്ലിനിക്കൊക്കെ ഉണ്ട്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും ഡോക്ടർ സഫീന എന്നെ പറ്റി. ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഡോക്ടർ സഫീന വെൽനസ് ക്ലിനിക്. ഡോക്ടർ അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇതിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കേരളത്തിലെ എന്താ പറയുക, നോളജുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ഡോക്ടർ സഫീന. ഇപ്പൊ ദുബായിലാണ് ഡോക്ടർ. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഡോക്ടർ സഫീന വെൽനസ് ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഏറ്റവും വലിയൊരു ഗൈനക്കോളജിസ്റ്റാണ്. എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഡോക്ടർ ഞാനും തമ്മിൽ ഭയങ്കര ആത്മബന്ധം, ഒരുപാട് സന്തോഷം. എനിക്കൊരു നല്ലൊരു വിവാഹ ജീവിതം ഡോക്ടർ കാരണമുണ്ടായി. ഇത് മറക്കാൻ പറ്റില്ല. പിള്ളേര് ഡോക്ടർ കാരണം ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുന്നു. അതെ, ഒരുപാട്. അതെ, ഓക്കെ, താങ്ക് യു. ആന്റണി, ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 5-ാം തീയതി ആയിട്ട് വന്നിരിക്കുകയാണ് പള്ളിയിൽ. ഇന്നിപ്പോൾ കുർബാന കറക്റ്റ് 7 മണിക്ക് തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ 6:45 7 മണിയുടെ കുർബാനയ്ക്കാണ് വന്നിരിക്കുന്നത്. ബർത്ത്ഡേ കുർബാന. ഡോക്ടർ സഫീനെ കണ്ടു, അങ്ങനെ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ കുർബാന കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ബർത്ത്ഡേ ഞാൻ ദുബായ് വരുമെന്ന് പോലും വിചാരിച്ചില്ല. സത്യമാണ്, ഈ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഞാൻ പറയുവാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളാണ് നമ്മളിവിടെ വരണമെന്നുള്ളത്. എല്ലാം മാതാവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. കേറ് മക്കളെ. മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 6 ആണ്.
എല്ലാവരും വരുന്നു. നോക്കിക്കേ ഇവിടെ. അന്നി ചെല്ല് ചെല്ല് കേറ്. ബാ ചെല്ല്. അമ്മമ്മയുടെ കൂടെ നിൽക്കേ. തിരിച്ചിട്ടേക്കണേ ആന്റണി. ബാ ആന്റണി. അങ്ങനെ ഞങ്ങളിപ്പോൾ ദുബായ് മോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഓഗസ്റ്റ് 6-ാം തീയതി ഞങ്ങൾ ദുബായ് മോൾ കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾക്ക് ആലോചിക്കും എവിടെയെങ്കിലും പോകണോ വേണ്ടേ എന്നുള്ളത്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ മോളിൽ പോയിട്ട് നമ്മൾ ചിലപ്പോൾ ഇവരെ കൊണ്ടുവന്ന് തിരിച്ചാക്കിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് ആക്കിയിട്ട് വേണം എനിക്ക് ഫ്യൂച്ചർ മ്യൂസിയം പോകാനായിട്ട്. അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല, എടുക്കണം. ദാറ്റ് ഈസ് എ പ്ലാനിങ്. വേറെ അപ്പോൾ ഇന്നലെ ഡോക്ടർ സഫീനയുടെ അടുത്ത് പോയായിരുന്നു. എല്ലാവരും ഹായ് പറഞ്ഞുമോ? ആന്റണി, ജോജിക്ക് ഇഷ്ടപ്പെട്ടോ ദുബായ്? ഇഷ്ടപ്പെട്ടില്ലേ? ഹായ്, എന്നെ ഇഷ്ടപ്പെടാതിരുന്ന ദുബായ് ഇഷ്ടപ്പെട്ടില്ലേ ബാവക്ക്? അത് കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ സഫീന ഡോക്ടറിൻ്റെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ ഡോക്ടറായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരേ ഫ്ലാറ്റിലായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാം ഞാൻ നല്ല വണ്ണത്തിലായിരുന്നു. അപ്പോൾ ആ വണ്ണമെല്ലാം കുറപ്പിച്ച് കല്യാണത്തിനുള്ളൊരു പ്രചോദനം ഉണ്ടാക്കി. പിന്നെ കുട്ടികളുടെ കാര്യം, IVF-ൻ്റെ കാര്യം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത്, കാര്യങ്ങൾ ഗൈഡ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ ദുബായ് ആണെങ്കിലും ഒരു അത്യാവശ്യം ഗൈനക്കിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ചോദിക്കണമെങ്കിൽ പോലും ഞാൻ അവിടെ മെസ്സേജ് ചെയ്ത് ഡോക്ടറിനോട് ചോദിക്കും. ഡോക്ടർ എനിക്ക് എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് ക്ലോസാണ് ഡോക്ടറായിട്ട്. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. ഈ പ്രാവശ്യം പറയാതെ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ ഡോക്ടർ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാരണം അങ്ങനെ വന്നിട്ടാണ് പിന്നെ നമ്മളെ കണ്ടത്. എൻ്റെ കൊള്ളാം. പക്ഷെ ഇപ്പം ചൂട് സമയത്ത് എവിടെ നമ്മൾ പുറത്ത് നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ചൂട്. അതുകൊണ്ട് എവിടെ പോകാനൊന്നും പറ്റത്തില്ല. തൽക്കാലം മോളിൽ പോവാം, മമ്മിയായിട്ട് മോളിൽ പോവാം, ജസ്റ്റ് ഒന്ന് കറങ്ങുക, ഉച്ചയ്ക്ക് ലഞ്ച് അവിടെ നിന്ന് കഴിക്കുക, തിരിച്ചു വരിക. അത് തന്നെ പ്ലാൻ. വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. കണ്ട മുന ബിൽഡിങ്സ് കണ്ടോ? സൂപ്പറാണോ? മോന് പോണോ? ആണോ? എയർപോർട്ടിൽ പോണോ? മോനെ എവിടെ പോവാ? എന്നിട്ട് പ്ലെയിനിന്റെ സ്ഥലത്ത് പോയിട്ട് മോനെ എവിടെ പോവാ? വേറെ ദുബായാ? ഇതോടെ ദുബായ്. അത് പോയത് നമ്മൾ അബുദാബിയാ. കയറിക്കോട്ടെ ബഗ്ഗിയില്ല. മമ്മ കയറിക്കോ, വണ്ടി വന്നു. ഇത് കണ്ട ദുബായ് കണ്ട മുന്ന? ആന്റണി, ജോജി വാ. അങ്ങനെ കയറാൻ പാടില്ല. യു ഷുഡ് നോട്ട് ഗുഡ് ഡു ദാറ്റ്. കം. ദുബായ് മോൾ എൻട്രൻസ്. വാ. എന്നാ മോനെ മമ്മനെ പിച്ചുന്നേ? ഹായ് ബേബി കെയർ. No, don't touch.
ഹായ് മാം, എങ്ങനെയുണ്ട്? ആന്റണി, ഇത് ഏത് പ്ലെയിനാ? ആണോ? കേറിക്കോ. ആ അറിയില്ല. ഫോട്ടോ അല്ല, പ്ലെയിൻ ഓടിക്കുന്ന സ്ഥലമാ. ഇവിടെ നോക്കി പോന. ഓ മൈ ഗോഡ്, ഷാർക്ക്. ഓ മൈ ഗോഡ്, ഷാർക്ക് ഉറങ്ങണ്. സ്ലീപ്പി ടൈം. ഷൂസ് ഇട്ട് ജോജി, അവിടെ ഇരുന്ന് ഷൂസ് ഇട്ടേ. ഇത് ഷാക്ക് വന്ന് നോക്കി മോളില്. ആ ദിസ് ഇസ് കോൾഡ്. ഇത് കഴിഞ്ഞ ദിവസം ആന്റണി ജോജിക്ക് മമ്മ കറി വെച്ചിരുന്നില്ലേ, അത് ഈ സാധനം മമ്മ കറി. ഹായ് മമ്മ. അത് ഫില്ലാകട്ടെ. ഫോറിനേഴ്സ് പിള്ളേർ ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നു. ഞങ്ങളും ജോയിൻ ചെയ്തോട്ടെ എന്ന്. ഇറങ്ങല്ലേ. ഫിനിഷ് ഇല്ല. നോ ഫിനിഷ്. ഓൺ ചെയ്. Are we ready? Finish. കേറിയിരിക്കെ. ആന്റണി ഇതേ നോക്കി. ജോജി മേടിച്ചു തരാം. ആന്റണി സിറ്റ്.
അങ്ങനെ നമ്മളിപ്പോൾ ദുബായ് ഫൗണ്ടറിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. ജോജി ഇങ്ങോട്ട് തിരിഞ്ഞേ, മമ്മ തിരിഞ്ഞെ, അടുത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് നിന്നേ. അങ്ങനെ നമ്മളിപ്പോൾ ദുബായ് ഫൗണ്ടറിൻ്റെ അടുത്താണ്. എൻ്റെ പൊന്നി, മറ്റേത് വീഡിയോ എടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ വീഡിയോ ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ ഇവരെ മേയ്ക്കണം, മമ്മിനെ നോക്കണം, മമ്മിയുടെ കൈ പിടിക്കണം, പിള്ളേരുടെ കൈ പിടിക്കണം. അയ്യോ, ഈ ട്രിപ്പ് മറക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ടത് ജോജി? അന്നി നേരെ നിന്നേ. രണ്ടുപേർക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ അപ്പം ജോജി അന്നി ചോദിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കണം. നടക്കുന്ന കാര്യമാണോ? ആണോ ജോജി അന്നി? ഇപ്പം ഞങ്ങൾ ഗ്രീൻലാൻഡിൽ പോകും, എന്നിട്ട് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കും. ഇത് പറഞ്ഞ് സൂപ്പർ അല്ലേ വന്ന്? ആ, സ്വിമ്മിങ് പൂളാ. എന്നാ ചൂടാണ് എൻ്റെ പൊന്നേ, ഒന്നും പറയണ്ട. വാ ജോജി അന്നി വാ. ആന്റണി ജോജി ഫെഡപ്പായി. പോവാ മമ്മി. अन्नी क्या? बोबो मैचो बोबो सियाना जीजी. ഹലോ, അപ്പം നമ്മൾ 3 വർഷത്തിന് മുന്നേ നമ്മളിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്, വിങ്സ്. അപ്പം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുകയാണ് വിങ്സ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, ചേച്ചിമാരെല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേരെ നോക്കാനും ഒക്കെ. അപ്പം ഞങ്ങൾ ഡെയിലി ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടിരുന്നത്. ഇത് കരാമയിലുള്ള ഹോട്ടലാണ്. ഇതിൻ്റെ പേര് ഫുഡ് പാർട്ടി എന്നാണ്. ഫുഡ് പാർട്ടി ഇവിടെയാണ് നമ്മൾ ഡെയിലി ഫുഡ് കഴിച്ചിട്ടുള്ളത്. 10 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഡെയിലി ഫുഡ് ഇവിടെ വിങ്സ് വാങ്ങിക്കുക, കഴിക്കുക, വിങ്സ് വാങ്ങിക്കുക, കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മളതേ ഹോട്ടൽ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അടുത്ത വേറെ തന്നെയാണ്, പക്ഷെ തൊട്ടടുത്ത നേരത്തെ വന്ന ഹോട്ടലിൻ്റെ മറ്റേ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ പിന്നെ സ്ഥലം മറന്നു പോയി. ഇപ്പോൾ നമുക്കറിഞ്ഞ് ഒന്നും കൂടെ വന്നപ്പോഴത്തേക്കും സ്ഥലം കണ്ടു. ഓർക്കുന്നുണ്ടോ? ഈ ചേട്ടിക്കാണ് നമുക്ക് എല്ലാ ഫുഡൊക്കെ തന്നേക്കാം.
കേർത്താൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ പേരെന്താ? ഷാജിയത്ത്. ഓക്കെ, നമ്മുടെ സെയിം വിങ്സ് ആണ് കണ്ട. ഇതൊക്കെ പേപ്പർ വെക്കരുത്. ഇതാണ് ചിക്കൻ. മമ്മ പറഞ്ഞ ചിക്കൻ വിങ്സ്. സൂപ്പർ. ടേസ്റ്റ് ഒരു വ്യത്യാസമില്ല കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് 7th ആണ്, August 7th. ഹായ്, August 7th ആണ്. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദുബായ് യാത്ര ഇവിടെ അങ്ങ് ഫിനിഷ് ചെയ്യുവാണ്. പക്ഷേ ഇത്ര ചൂടത്ത് നമ്മൾ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിവേ, ദിസ് ഇസ് അവർ ജോർജ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ബാ അന്നി ജോജി, ബാ. ജോജി എന്തേ? ജോജി കം ദിസ് സൈഡ്. ബാ പോവാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാ. എൻ്റെ അറ്റാർ ഇതാണ്. ബാ, മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 10:30 തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അവിടെ ചെന്ന് ലഗേജൊക്കെ കൊടുക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, എല്ലാം ചെയ്യാനുള്ള കാരണം നമ്മൾ നേരത്തെ ഇറങ്ങി. ഹലോ ആന്റണി, ജോർജി. ഇവിടെ കാണിച്ച് ഇപ്പുറത്തേക്ക് കാണിക്കും. ബാ, രണ്ട് സ്ഥലമാ. ഇവിടെ തല ഇങ്ങോട്ട് കാണിച്ചേ നോക്കട്ടെ. ഇങ്ങോട്ട് കാണിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ദുബായ്? ഗുഡ് ആണോ? ഓ, ജോർജി ആദ്യമായിട്ട് ഗുഡ് പറഞ്ഞു. മമ്മ എനിക്ക് വയ്യ. സിറ്റ്, ഡോണ്ട് ടച്ച്. സിറ്റ്. ഓക്കെ, പറഞ്ഞണ്ട. സിറ്റ്. ഓക്കെ. ഇഷ്ടപ്പെട്ടോ ദുബായ്? ഇഷ്ടപ്പെട്ടോ ജോർജി അന്നിക്ക്? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ മിസ്സിന്റെ അടുത്ത് ചെന്ന് പറയോ? ഹലോ, മിസ്സിനോട് പറയോ? കൊള്ളാന്ന് പറയോ? ഓക്കെ. ഇതാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്ന കടയാണിത്. ഗ്രീൻ ഹൗസ് കണ്ട, അതിൻ്റെ തൊട്ട ബാക്കിലാണ് നമ്മൾ താമസിക്കുന്നത്. ഹലോ. അപ്പോൾ നമ്മൾ ചെക്കിങ് ചെയ്തു. ബോർഡിംഗ് പാസ് കിട്ടി. ഇനിയിപ്പം നേരെ എമിഗ്രേഷൻ കഴിഞ്ഞ് അകത്ത് കയറണം. പിടിക്കാൻ പറ്റും, പിടിച്ചു നോക്കി. അന്യ ജോജി ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ ജോജി. അന്യ കട്ടില്ല, നോ ടച്ചിങ്. ബാ ജോജി, അന്യ ബാ. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അതൊക്കെ അവിടെ വയ്ക്കും, മമ്മ വരാം, എടുത്തു തരാം, അവിടെ വയ്ക്കും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ 45 മിനിറ്റ്സും കൂടെ ഉള്ളൂ ബോർഡിങ്ങിന്. എത്രയും പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കുക, ഫ്ലൈറ്റിൽ കയറുക. എങ്ങനെയുണ്ട് ദുബായ്? രാജിയിലൊക്കെ ഇവിടെ നോക്കട്ടെ. ഗുഡ് പറഞ്ഞ് നോക്കില്ലല്ലോ. ബാക്കി പോ, ബാക്കി ഈ സൈഡിലോ. കം ദിസ് സൈഡ്.
want to sit this side? Anthony, Jaji. Jaji. ഇല്ല മാമ ഇല്ല. അവര് അമ്മാമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അമ്മാമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ജോർജി ആന്റണി. അമ്മാമ്മ ലാസ്റ്റ് വരും എന്ന് പറഞ്ഞാൽ അവർ ലാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഹായ് സിബി. ഡ്രസ്സൊക്കെ മാറണ്ടേ? അപ്പൊ ഞങ്ങള് കൊച്ചിയിലെത്തി. വളരെ ഹാപ്പി ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ദുബായ് ട്രിപ്പ് അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ താങ്ക് യു. അപ്പോൾ സിബിയാണ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ എൻ്റെ ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഈ ദുബായ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. ഓക്കെ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.